മഹാനായ ബിശ്റുല്ലാഹി റളിയല്ലാഹുവിൻ്റെ ചരിത്രം കേട്ടിട്ടില്ലേ? മഹാനർ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരിടത്തുണ്ട് അള്ളാഹിൻ്റെ പേര് എഴുതിയ ഒരു കടലാസ് ഇങ്ങനെ പാറിക്കൊണ്ട് പോകുന്നു. മനുഷ്യന്മാർ പോകുന്നവരെല്ലാം ഇനി ഇങ്ങനെ ചവിട്ടിക്കൊണ്ടും അതിൻ്റെ മേലെ തുള്ളിക്കൊണ്ടും നടന്നുകൊണ്ട് പോയിക്കൊണ്ടുണ്ട്. ആ കടലാസ് കേവലം ഒരു കടലാസല്ല, അതിൽ അള്ളാഹിൻ്റെ പേരുണ്ട്. അള്ളാഹിൻ്റെ അസ്മായിൽപ്പെട്ട ഒരു പേര് എഴുതപ്പെട്ടൊരു കടലാസ്. അത് കണ്ടപ്പോൾ മഹാനായ ബിശ്റുല്ലാഹി അന്ന് മഹാനല്ല, അന്നൊരു തോന്നിവാസിയാണ്, അന്ന് വെറും തെമ്മാടിയാണ്, അന്ന് ഔലിയല്ല, അന്ന് അല്ലാഹു തആല വിലായത്ത് കൊടുത്തിട്ടില്ല. അന്നൊരു ലോക്കൽ മനുഷ്യനാണ്, ഇബാദത്തുകളൊന്നുമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരാൾ. അയാളത് കണ്ടപ്പോൾ എത്ര വലിയ തെമ്മാടിയായാലും, എത്ര വലിയ കുറ്റവാളിയായാലും, എത്ര വലിയ തോന്നിയവാസിയായാലും, എത്ര കണ്ട് അല്ലാഹനെ മറന്ന മനുഷ്യനായാലും ചില സമയത്തുണ്ടാവല്ലോ അത്രക്കാർക്കൊരു ഈമാൻ, അവരെ കൽബിലും ഉണ്ടാവുമല്ലോ. മുഅ്മിനാണെങ്കിൽ, മുസ്ലിമാണ് ആ തോന്നിവാസി തെമ്മാടിയെങ്കിൽ അവന്റെ കൽബിന്റെ അകത്ത് ഒരാണു മണിത്തൂക്കമെങ്കിലും ഈമാന് കാണും. മഹാനായ ബിശ്റുല്ലാഹി അതാ നടന്നു പോകുമ്പോ കടലാസ് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് എല്ലാവരും പോന്ന കണ്ടപ്പോ ആ മനുഷ്യൻ എന്ത് ചെയ്തറിയാ? അള്ളാന്റെ പേരെഴുതിയിട്ടുള്ള കടലാസ് അതങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇലാഹി യാ സയ്യിദി ഇസ്മുക ഹൗനാ ഇസ്മുക ഹൗനാ. പടച്ച റബ്ബേ, ഇത് നിന്റെ പേരല്ലേ, ഇത് നിന്റെ പരിശുദ്ധമായ നാമമല്ല, ഇത് നിന്റെ പരിശുദ്ധമായ പേരല്ല, ഇതിവിടെ വീണ് കിടക്കുകയാണല്ലോ. ഇത് മനുഷ്യന്മാരെല്ലാം ചവിട്ടിക്കൊണ്ടും പാഞ്ഞോണ്ടും അതിന്റെ മേലെ പോകുന്നതല്ല, ഇത് കാഷ്ടത്തിലും എല്ലായിടത്തും പാറിയിട്ട് പോയിട്ട് വീഴുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ പേരെഴുതപ്പെട്ട് നിലക്ക് റോഡ് സൈഡിൽ വീണ കടലാസ് ബിശ്റുല്ലാഹി തങ്ങൾ എടുക്കുകയാണ്. കയ്യിലുള്ള ദീനാറോ ദിർഹമോ കൊടുത്തിട്ട് വലിയ നോട്ടിന്റെ കെട്ടുണ്ടായിട്ടില്ല, അട്ടിക്കട്ടിക്ക് പൈസ പാക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഉള്ളതായ ദിർഹമ് കൊടുത്തിട്ട് ഒരു സെന്റ് വാങ്ങുന്നു. എന്നിട്ട് ആ സെന്റ് കൊണ്ടുവന്നിട്ട് ആ കടലാസിന് അള്ളാന്റെ പേരെഴുതപ്പെട്ട നിലക്ക് റോഡിൽ വീണ് കിടന്നിട്ടുണ്ടായിരുന്ന കടലാസിനെ പിറക്കിയിട്ട് അതിലേക്ക് സെന്റ് തേക്കുന്നു. എന്നിട്ടതാ ഒരു ഉയർന്ന ജാഗല് കൊണ്ടുപോയി, ഒരു പൊന്തിയിട്ടുള്ള ജാഗല് കൊണ്ടുപോയി അതിനെ വെക്കുന്നു. ഇതല്ലാന്റെ പേരാണ്. ഇത് കണ്ടവിടെയെല്ലാം അറിയപ്പെടേണ്ടതല്ല. നല്ലോണം കേട്ടോളി ഉമ്മ ബാപ്പമാറ് കേട്ടോ. പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, മദ്രസന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ ആയത്തും മുത്തുനബി തങ്ങളുടെ ഹദീസുകളും മഹാന്മാരുടെ ചരിത്രങ്ങളും എഴുതപ്പെട്ട മദ്രസന്റെ പുസ്തകങ്ങൾ ഗുജിരിക്ക് കൊടുക്കണ്ട, ജാഗ്രത. പിന്നെ എന്താക്കണോ ഉസ്താന്റെ കേട്ടെങ്കിലേ, പിന്നെ എന്താക്കണോ? എല്ലാം ഇപ്പം ഞാൻ ചൊല്ലി തരുന്നില്ല, ഉസ്താദിൻ്റെ കേട്ടോളി. അരുത്തന്നെ ഉണ്ടല്ലോ, വലിയ കടലന്നെ ഉണ്ടാകുമ്പോൾ പിന്നെ വരി നമുക്ക് കടപ്പുറത്ത് നിന്ന് വീത പോകുന്നതിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമുക്കിപ്പോൾ അതങ്ങനെ ഇപ്പം എല്ലാം അട്ടി വെച്ചിനവിടെ ഏണിൻ്റെ അടിയിൽ തീർന്നല്ലേ. ഇനിയില്ല, ഇനി സ്വർഗവും ഇല്ല, ഇനി ഓത്തും ഇല്ല, ഇനി മോന്തിക്ക് ബുക്ക തുറക്കാനില്ല, പരീക്ഷ കഴിഞ്ഞ്. ഇങ്ങനെ നോക്കുന്നതാണ് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നിങ്ങൾ പറയില്ല ഇപ്പം അങ്ങനെ ആയിന്. എന്നിട്ട് അതിനെ മറ്റൊന്ന് കൊടുക്കും. ഇപ്പം കണ്ടില്ലേ, എവിടെയോ ഒരിടത്ത് വലിയ പടക്കം ഒരു ഉത്സവം ഉണ്ടായിന്, വെടി പൊട്ടിക്കുന്ന പടക്കം പൊട്ടിക്കുന്ന പട്ടാക്കി പൊട്ടിക്കുന്ന ഒരു ഉത്സവം. അവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ പട്ടാക്കി പൊട്ടിയ കൂട്ടത്തിൽ വലിയ വലിയ ഗർണാളും ബർണാളും എല്ലാമുള്ള പട്ടാക്കികള് ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് പൊട്ടപ്പെട്ട പട്ടാക്കിന്റെ കൂട്ടത്തില് അതങ്ങനെ അതിന്റെ കടലാസുകളെല്ലാം പൊട്ടിയിട്ട് ചിന്തിച്ചിതറി പാറിയപ്പോ സുബ്ഹാനല്ലോ, ആ പട്ടാക്കി പൊട്ടുന്ന നേരം, ആ പടക്കം പൊട്ടുന്ന നേരം, ആ ഗർണാളും ബർണാളും പൊട്ടുന്ന നേരം അതിൽ നിന്ന് പാറിയിട്ട് പുറത്തേക്ക് വന്ന കടലാസ് ഖുർആൻ എഴുതപ്പെട്ട കടലാസുകളാണ്. ഹബീബായ നബി തങ്ങളെ ഹദീസുകൾ ഉണ്ടായിരുന്ന കടലാസാണ്. ഏതോ നമ്മളെ പോലോത്തെ എന്നെ പോലോത്തെ ഈമാൻ കുറഞ്ഞവർ ഗുജരിക്ക് തൂക്കിയിട്ട് വിറ്റതാണ്. അത് പിന്നെ നേരെ പോയി കാട് കയറി കോയമ്പത്തൂർക്ക്. അവിടെയുള്ള പടക്കശാലക്കാർ മരുന്നെല്ലാം അതിലേക്ക് നിറച്ചിട്ട് നല്ല 1.5 പടക്കമാക്കി പട്ടാക്കിയാക്കി പിന്നീട് അതിന് കൊണ്ടുപോയിട്ട് ജനങ്ങളെ പൊട്ടിക്കാൻ തുടങ്ങി. ഇതല്ലാന്റെ ഖുർആനല്ല, അതിനോട് വലിയ ആദരവ് വേണ്ടേ, ബഹുമാനം വേണ്ടേ. അതേ തഅലീമു മാ അല്ലമല്ലാഹ്
അല്ല ബഹുമാനിച്ചതെന്തുണ്ടോ ഏതുണ്ടോ ആരുണ്ടോ അവകളോട് വലിയ ആദരവ് വേണം. അലിമീങ്ങളോട്, മുത്തല്ലിമീങ്ങളോട്, പള്ളികളോട്, മദ്രസകളോട്, ഇതുപോലെയുള്ള ദീനിന്റെ ചിഹ്നങ്ങളോട്, ഷിആറുകളോട്, കാര്യങ്ങളോട്, പ്രായമുള്ള വയസ്സന്മാരോട്, നേതാക്കളോട്, ജന്മം നൽകിയ ഉമ്മയോട്, ബാപ്പയോട്, അങ്ങനെ തുടങ്ങി എല്ലാവരോടും വലിയ അദബ് വേണം, ബഹുമാനം വേണം. അദബാണ് വലിയ കാര്യം. മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങള് ആ കടലാസ് എടുത്തിട്ട് സെന്റും തേച്ചിട്ട് പൊന്തിയ ജാഗല് വെച്ചു. സുബ്ഹാനല്ലാഹ്. അന്ന് രാത്രി മഹാൻ കിടന്നുറങ്ങിയപ്പോ ഒരു കിനാവ് കണ്ടു. ബിശ്റുൽ ഹാഫി, എന്റെ പേരിനെ ബഹുമാനിച്ചതുപോലെ നിന്നെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. തെമ്മാടിയായി, തോന്നിയവാസിയായി, ഒരമലുമില്ലാതെ ജീവിച്ചിരുന്ന തോന്നിയവാസിയായിരുന്ന ബിശ്റുൽ ഹാഫി പിറ്റേന്ന് മുതല് ഒരാളെ വയല് കേട്ടിട്ടല്ല, ഒരു ബുക്ക് വായിച്ചിട്ടല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവുന്നു. അദബെന്ന മരുന്ന് അയാൾക്ക് കിട്ടിയപ്പോ, ആദരിക്കപ്പെടേണ്ടതിനെ ആദരിച്ചു എന്ന കാര്യം ചെയ്തപ്പോ അയാൾക്ക് അല്ലാഹു ഈമാൻ നിറച്ചു, ഇസ്ലാം കൊണ്ട് പൊതിഞ്ഞു. മാത്രമല്ല പിന്നീട് ആ മഹാൻ ലോകം കണ്ട അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ മഹാനരായി, വിലായത്ത് കൊണ്ട്, കറാമത്ത് കൊണ്ട് പ്രസിദ്ധപ്പെട്ടവരായി. നിങ്ങൾ എന്നെ നോക്കിയാവല്ല, നിങ്ങൾ എന്നെ നോക്കണം. ഇൽമിനോട് ഇപ്പം നിങ്ങൾ കാണിക്കേണ്ട കുറച്ചല്ല അപ്പുറം തിരിഞ്ഞോളി, അത് പ്രശ്നമല്ല. എന്നാലും തീരെ ശ്രദ്ധയില്ലാണ്ടായിപ്പോൾ ഉണ്ടാകും. എനക്കതൊരു വിശ്വാസമാണ് തന്നെ, വേറൊന്നുമില്ല. നിങ്ങളിപ്പോൾ അങ്ങ് നോക്കിയത് കൊണ്ട് നിങ്ങൾക്കിത് കേൾക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഞാനങ്ങനെ വിചാരിക്കുന്നുമില്ല. എന്നാലും എനക്കൊരു വിശ്വാസം പോലെ ഞാനിതിന് ഈ പണ്ണി തൊണ്ട പൊട്ടിക്കുന്നു, ഓരോ ടയർ നോക്കിക്കൊണ്ടുണ്ടല്ലേ എൻ്റെ ഒരു തോന്നല്. നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ വിചാരിച്ചിരുന്ന അങ്ങനെ, നിങ്ങൾ ബേജാറാക്കിയിരുന്ന നല്ലോണം ബേജാറായി പൊരുത്തപ്പെട്ടു. അതിൻ്റെ കട്ടി അപ്പുറം ബേജാറായി പിന്നെ എനക്കെന്തോ ആക്കാനാകുന്നില്ല, ഞാൻ കാര്യം അല്ലാണ്ട് പറഞ്ഞിട്ടുമില്ല. ഹലോ സാർ, പിന്നെ എല്ലാവരും സമാധാനിപ്പിക്കാനല്ലല്ലേ വയല് ഒക്കെ. വയല് കേട്ടിട്ട് ഉസ്താദ്മാർക്ക് റാഹത്താണോ, വയല് കേട്ടിട്ട് കമ്മിറ്റിക്കാർക്ക് റാഹത്താണോ, വയല് കേട്ടിട്ട് എല്ലാവർക്കും റാഹത്താണോ, അതിന് പാട്ട് പാടണം. വയലങ്ങനെ എല്ലാവർക്കും റാഹത്തായിക്കൊള്ളണമെന്നില്ല. വയല് റാഹത്താവണമെങ്കിൽ അണുമണി തൂക്ക ഈമാൻ പോകണം. അപ്പം ചിലപ്പോൾ കേട്ടെങ്കിൽ ചെല്ലും, നിങ്ങൾക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ ചെല്ലുന്ന നേരല്ലേ എന്ന്. അങ്ങനെ ചെല്ലണമെങ്കിൽ ഒരു ഇത്തര ഈമാനെ കൽബിൻ്റെ ഉള്ളിൽ വേണം. അതും ഇല്ലാത്തവൻ ചെല്ലണം. അയാൾക്ക് അങ്ങനല്ല ചെല്ലണ്ടിയാ, അയാൾക്ക് അത്രയല്ല ചെല്ലണ്ടിയാ. ഈ കേൾക്കുന്നോടെ ഓന് പിടിച്ചില്ല. അള്ളാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. അള്ളാഹു ഞങ്ങൾ പറയുന്നതും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതും അള്ളാഹ്ക്ക് എതിരാക്കാതിരിക്കട്ടെ. ഞങ്ങളെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അള്ളാഹു സമുദായത്തിനോ ദീനിനോ ഫിത്ന ഉണ്ടാക്കാതിരിക്കട്ടെ. ആമീൻ ചൊല്ലില്ല. അള്ളാഹു കാക്കട്ടെ. ബിശ്റുൽ ഹാഫി തങ്ങൾ അങ്ങനെ പറഞ്ഞു. അന്ന് രാത്രിയാണ് അങ്ങനെ കേൾക്കുന്ന സ്വപ്നത്തിൽ കാണുന്നത്. എന്നെ ബഹുമാനിച്ചുവല്ല, അതേ എൻ്റെ പേരിനെ ബഹുമാനിച്ചുവല്ല. ഞാൻ ഈ ചരിത്രം പറയുന്നത് ഇതിനറിഞ്ഞ ഇതിന് ഓട്ടോറിക്ഷക്കും കാറിൻ്റെ മേലെ പറ്റിച്ച സ്റ്റിക്കറിൻ്റെ വിഷയം നിങ്ങൾ മറന്നെങ്കിൽ ഞാനും മറന്നിട്ടില്ല. എനിക്ക് പിന്നെ അത് കുറച്ച് ബയാനാക്കിയില്ലെങ്കിൽ സമാധാനമൊന്നുമില്ല. ഇങ്ങ് നോക്കി എൻ്റെ മാക്കബുൽ മാബാദിൻ്റെ മുത്താലിലേക്ക് കുറച്ച് ലോങ് തന്നെ, എപ്പോഴും കുറേ അപ്പുറം പോകുന്നു. എൻ്റെ ഇടയിൽ മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങൾ പിന്നീട് വലിയ മഹാനായി. പിന്നെ ആ മഹാനർ ലോകമറിയപ്പെട്ട വലിയായി. ഇമാമീങ്ങളായ ഇമാമീങ്ങൾ എല്ലാവരും ആ മഹാനരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ. അവസാനം പിന്നീട് കുറെ കാലം ജീവിച്ച് നല്ലവരിൽ നല്ലവരായി ലോകത്തിന് മാതൃകയായി അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായി ജീവിച്ച മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ചരിത്രകാരന്മാർ പറയുന്നു, ഇമാമിങ്ങൾ എഴുതുന്നു, ആ മഹാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കൂടിയത്ര ജനങ്ങള് പിന്നീടൊരു മയ്യത്തിലോ അതിന്റെ മിന്നൊരു മയ്യത്ത് നിസ്കാരത്തിനോ കണ്ടിട്ടില്ല. അന്ന് മഹാനരെക്കാളും വലിയ ഇമാമിങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അവരെ പോലത്തെ വലിയ വലിയ ഔലിയാക്കളെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ബിശ്റുൽ ഹാഫി തങ്ങളെ മയ്യത്ത് നിസ്കാരത്തിന് കൂടിയ ആൾക്കാരെ പോലെയുള്ള സംഘം, അത്ര ജനങ്ങള്, ജനലക്ഷങ്ങള്,
പങ്കെടുത്തിട്ടുള്ള ഒരു മയ്യത്ത് നിസ്കാരം അത് ബിശ്റുല്ലാഫി തങ്ങളതല്ലാതെ വേറെ നടന്നിട്ടില്ല. മാത്രമല്ല, ആ ഒരു സംഭവം നടക്കുമ്പോ ആരോ വിളിച്ചു പറയുന്നു, ആരോ ഒരു അദൃശ്യവാണി, എവിടുന്നോ ഒരു അദൃശ്യവാണി ആരോ മുകൾ ഭാഗത്തുനിന്ന് വിളിച്ചു പറയുകയാണ്, അതാ ശറഫുദ് ദുനിയാ ഖബല ശറഫിൽ ആഖിറ. ഇത് നിങ്ങൾക്ക് നാളെ പരലോകത്ത് കിട്ടുന്നതിന് മുന്നേ ദുനിയാവിൽ കിട്ടിയ ആദരവാണ്. പരലോകത്തിനേക്കാളപ്പുറം നിങ്ങൾക്കുണ്ട്. നാളെ ആഖിറത്തിൽ കിട്ടുന്ന ബഹുമതിയെക്കാളേറെ ഈ ദുനിയാവിൽ അല്ലാഹ് നിങ്ങൾക്ക് തന്ന ബഹുമതിയാണ് ഈ ജനലക്ഷങ്ങൾ പങ്കെടുത്തിട്ടുള്ള മയ്യത്ത് നിസ്കാരം. ഈ ആദരവ്, ഈ ജനംഗീകാരം, ഇതിന്റെ മൂലകാരണം ആദരവാണ്, ബഹുമാനമാണ്. അതുകൊണ്ട് അതബ് മറക്കണ്ട, അതബ് കൈവിടണ്ട. അള്ളാന്റെ ഖുർആനിന്റെ താളുകളെ ഉള്ളോടെല്ലാം കൊണ്ടുപോയിട്ട് വെക്കണ്ട. എവിടെങ്കിലും സലാത്ത് കിതാബോ ഏട് കിതാബോ കാണുമ്പോ കാണാത്ത പോലെ നടക്കണ്ട. അതിനോട് നല്ല അതബ് വേണം, ബഹുമാനം വേണം. ഇന്നിപ്പോ അതന്നെ ഇല്ലാത്ത പിന്നെല്ലാം ഉണ്ട്. 5 നേരം നിസ്കാരമുള്ള ചെക്കനും അതബില്ല, നിസ്കാരമുണ്ട്. ചെക്കൻ വേണ്ട, വയസ്സന്മാർക്ക് തന്നെ എപ്പോ നോക്കിയോ നിസ്കാരം തന്നെ. നിസ്കാരത്തിന്റെ കല കണ്ടെങ്കിൽ 3 ആൾക്ക് പോയിട്ടിരുന്നിട്ട് വയൽ കേൾക്കുക, അത്ര വലുത്. പള്ളിൻ്റെ ഉള്ളിൽ മുണ്ടുന്ന കോലം കണ്ടെങ്ക അയാൾ. നിങ്ങളെ വിഷയമല്ല, ഇനി നിങ്ങാരും എന്നെ നോക്കിയിട്ട് ബേജാറാക്കിയിരുണ്ട. ഇനി ചെയ്ത് ഇബാദത്ത് പോയില്ലേ. പള്ളി പഞ്ചാരികൾക്കുള്ളതല്ല, പള്ളി പിന്നെ ഗുലുമാലാക്കാനുള്ളതല്ല. ഇന്നിപ്പോ എല്ലാം പള്ളിൻ്റെ ഓടെ, എല്ലാ ഉസ്താദുമാരെ ആലിമീങ്ങളെ മേൾക്ക് പറ്റ അല്ലേ. സോഷ്യൽ മീഡിയക്കാർ വന്നിട്ട് റീൽസ് എടുക്കുന്നതും ആലിമീങ്ങളെ തമാശാക്കിയിട്ട്, യൂട്യൂബർമാർ വീഡിയോ ഇടുന്നതും പണ്ഡിതന്മാരെ തമാശാക്കിയിട്ട്. നിങ്ങൾ നോക്കിയാല അതിലധികവും മാപ്പിള ജാതി. ഇപ്പം കണ്ടില്ലേ നമ്മളെ നാട്ടിൽ വലിയ ഗുലുമാലോ ഭയങ്കര കോലാഹലം നടന്ന സംഭവമല്ലേ. ഒരു ദീപക്ക് മരിച്ചിട്ട്. ഞാൻ ആ വിഷയം എടുത്തിടുന്നതല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒരു വിഷയം പറയട്ടെ. ഏതോ ഒരു ബമ്പർ നോത്തി ബസ്സിൽ കയറി വീഡിയോ പിടിച്ച്, ഓക്ക് പൈസ കിട്ടണതിന് റീച്ച് കൂടണായി. എന്നിട്ടെന്തായി, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവൻ പോയി. ഈ സമുദായത്തിൻ്റെ ഒരു പെണ്ണ്. അപ്പോൾ അവൾക്ക് ഫർദയുമില്ല, എന്തുമില്ല. അതിൽ നിന്ന് മുന്നത്തെ കുറേ വീഡിയോ ഉണ്ട്. അവൾക്ക് ഫർദയുമില്ല, ഒരു മണ്ണാൻ കട്ടയില്ല. അവസാനം അവളെ പോലീസ് കൊണ്ടുപോയിട്ട് കയ്യാമം വെച്ചിട്ട് ജയിലിൽ കയറ്റുമ്പോൾ യാ റഹ്മാന 1.5 ഫർദ മറിയം ബീബി റളിയല്ലാഹു അൻഹ ഇട്ട പോലത്തെ. എന്ത് ജയിൽ കോമ്പ് കിട്ടാനുള്ളത് ഫർദ? അത് ക്രിമിനൽസിന്റെ വേഷവിധാനം, അത് ഇസ്ലാമിന്റെ വേഷമല്ലേ. അതുവരേക്കും ഫർദയില്ല നടന്നോക്കന്തേ ഇപ്പൊ പോഞ്ഞ് ഇത് അതിനുള്ളതല്ല. അതുവരേക്കും പറഞ്ഞ ഫർദ വേണ്ട, നിങ്ങൾ ഞങ്ങളെ തുണിൻ്റെ ഉള്ളിൽ മൂടി നീ ഇപ്പൊ എന്തൊക്കെ കെട്ടിയതാ. മൂടിനെയും ചെല്ലിയോർ. ഏതോ വരുത്തി പണ്ട് കൊറോണ വന്നപ്പോൾ പറഞ്ഞ് ഒരു ടീച്ചർ, ഒരു ശശികല ഇപ്പോഴും ഉള്ളോ, ഓ പറഞ്ഞിട്ട് പണ്ടൊരിക്കോ കൊറോണ വന്നതിന് പിന്നെ ഈ മുസ്ലിം പെണ്ണുങ്ങളെല്ലാം ബസ്സിൽ പോകുമ്പോൾ ഞങ്ങളെ തിരുത്താൻ കഴിയാല. അവർ പെണ്ണുങ്ങ ഇത് മീറ്റിലേക്ക് എന്തിടുന്നേ, എന്തായിട്ട് പേര്, മൂടുപടം ഇത് എന്ത് ചെയ്യുന്നതിനൂടെ മക്കനെല്ലാം ഇടുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കത് ആണാ പെണ്ണാന്ന് അറിയുന്നില്ല. അരുത്തിരുന്നത് ഇതെല്ലാം ഇട്ടിട്ട് വന്നിട്ടാകുമ്പോൾ ഇത് ആണാ പെണ്ണാന്ന് അറിയുന്നില്ല, സംഗതി തന്നെ. അപ്പോൾ അതുകൊണ്ട് അവരിൽ ഇനി മക്കനെ ഇടാതെ വരും പോലെ ഗവൺമെൻറ് വിധിക്കണോ, കോർട്ട് വിധിക്കണോ. അങ്ങനെ ചെല്ലിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓളെന്നെ മക്കനിട്ട് വരാൻ തുടങ്ങി. കാരണം എന്തേ, കൊറോണ വന്നപ്പോൾ ഗവൺമെൻറ് ചെല്ലി മക്കനിടാതെ പുറത്ത് കയറുണ്ടാന്ന്. ആ ഇട്ട മക്കനെ ഇപ്പോഴും കുറേ ആൾ എടുത്തിട്ടേ ഇല്ല. ഇരിക്കട്ടെ, മക്കൻ അത് ഇസ്ലാമിന്റെ ഷിയാറാണ്. അത് കണ്ട തോന്നിവാസികൾക്കും ക്രിമിനലുകൾക്കും ഉള്ളതല്ല. കണ്ട ആലിമീങ്ങളെല്ലാം മേക്കിട്ട് കയറാ, കണ്ട തങ്ങന്മാരെ പറയാ, കണ്ട നേതാക്കളെ പറയാ. ഇതെല്ലാം വലിയ ഞങ്ങളെ ഈമാനെ പൊളിച്ച് കളയുന്ന കാര്യമാണ്. നല്ലോണം ശ്രദ്ധിക്കണോ, അതബ് നല്ലോണം പോണോ. വയസ്സന്മാരോട് നല്ല അതബ് വേണോ. ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് എന്താ അതബ് കാണുന്നില്ല. എല്ലാ പുള്ളന്മാരും തല്ല്. ഇപ്പോൾ പോലീസിന് ഇപ്പം 2-3 നാൾ പണി തന്നെ ഇത്, ബാലക്കാരെ പിടിച്ചിട്ട് കൊണ്ടുവന്ന പണി. ബാലക്കറിഞ്ഞില്ലെങ്കിൽ വില താടിമീസ വന്നതൊന്നുമല്ല. 15-16 വയസ്സിൻ്റെ ചെക്കന്മാർ കൂത്തുന്ന കൂത്തൾ കണ്ടെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത കോമ് ഇത്തിരി പോകുന്ന ചെക്കന്മാരെ 10ാം ക്ലാസ് കുട്ടികൾ തല്ലുന്നു 9ാം ക്ലാസ്സിൻ്റെ കിടാക്കൾ. എന്തിന്? ഓരെ ബഹുമാനിച്ചിട്ടാലോ. 10ാം ക്ലാസ്സുകാരെ ബഹുമാനിക്കണം 9ാം ക്ലാസ്സുകാർ, +1 ബഹുമാനിക്കണം 10ാം ക്ലാസ്സുകാർ.
അങ്ങനെ ബഹുമാനിച്ചിട്ടില്ല, റെസ്പെക്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തല്ല്. വേറെ എന്താക്കിനിപ്പോ ഇതിനെതിരെ കടിഞ്ഞാനിടണ്ടേ? ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരണം നടത്തണ്ടേ? രക്ഷിതാക്കൾ ഉണരണ്ട്. ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്തറിയാ? ഈ കുട്ടിപ്രായത്തിൽ തന്നെ ഞങ്ങളെ മക്കൾ റൗഡിസത്തിലേക്ക് പോകാനുള്ള കാരണം, കഞ്ചാവിനെ കഞ്ചാവ് അടിച്ച സ്റ്റൈലിൽ പെരുമാറാൻ കാരണം, കണ്ണിൽ ചോരയില്ലാതെ കണ്ണും മൂക്കും നോക്കാതെ ഒരു പാവപ്പെട്ട കുഞ്ഞിനെ തച്ചു പൊടിയാക്കുന്നതിന്റെ കാരണം അത് അവന് ദീന് കൊടുത്തിട്ടില്ല, മതവിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ടില്ല, ആ മക്കൾക്ക് നല്ല സംസ്കാരം കൊടുത്തിട്ടില്ല, മദ്രസന്റെ പടി കയറാത്തതിന്റെ ഫലമാണത്, ദീനീ വിദ്യാഭ്യാസം നേടാത്തതിന്റെ ഫലമാണത്, അതേ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തതിന്റെ ഫലമാണത്. ഞങ്ങളെ മക്കൾ ആ കോലത്തിലേക്ക് പോകാൻ പാടില്ല. എത്ര പഠിക്കുന്നവരായാലും എത്ര പഠിച്ചവരായാലും ഏത് കോളേജിൽ ഏത് സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നവരായാലും ഞങ്ങളെ കുട്ടി അറിഞ്ഞിട്ടോ അറിയാതെയോ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. ആ ഒരു തരത്തിലേക്ക് ഞങ്ങളെ മക്കൾ പോവാതിരിക്കണമെങ്കിൽ മക്കളെ നിയന്ത്രിച്ചോ, അവരോട് നല്ലൊരു കൺട്രോൾ വെച്ചോ, അവരിൽ നല്ല കണ്ണ് വെച്ചോ. കുറച്ചൊക്കെ മുതിർന്നു വരുമ്പോ നീ പറയുന്നത് കേൾക്കുമ്പോ നീ കുറച്ച് ചെല്ലു കൊടുക്കുമ്പോ ഇങ്ങോട്ട് ചൂടാവും. ഇപ്പത്തെ പിള്ളമാർ അങ്ങനെ. മുഞ്ഞാന്ന് ഒരാള് ചെല്ലന്നെ അങ്ങനെ എൻ്റെ ഉസ്താദെ അങ്ങനെ കിടാവിൽ ചെല്ലിരുന്ന് ചെല്ലിയ സാത്തിന് പോയിട്ട് പെണ്ണുമോ ബാതലടിച്ചിട്ട് റൂമിൽ കുത്തിരിക്കുന്നല്ലേ ഭയ്യ, പേടിയാന്ന്. റൂമിൽ ഇരുന്നെങ്കിൽ മോശമില്ല, തൂങ്ങിയെങ്കിലേ ഭയ്യ ഇരുന്നോടുന്നു. ചെറുതല്ലേ, ഇപ്പം കാണുന്നില്ലേ, ഇപ്പം അങ്ങനല്ലേ തൂങ്ങുന്നല്ലോ. ചെല്ലാനും പേടിയാണ് ഉസ്താദ്. അതിനെ ഞാൻ പറഞ്ഞ നല്ലോണം ദ്വാരക്കോണോ, മക്കൾക്ക് വേണ്ടി നല്ലോണം ദ്വാരക്കോണോ. ഞമ്മ കുറച്ച് നല്ല ശീലങ്ങൾ സമാധാനത്തിൽ പിരിസത്തിൽ ജോറാക്കാതെ എല്ലാം ചൊല്ലിക്കൊടുക്കണോ, അവരെ കുറച്ച് നിയന്ത്രിക്കണോ. കുറച്ചെല്ലാം അവർ ചൂടാവൂ, എന്നാലും നിങ്ങൾ നന്നായി ബാക്കടിക്കണ്ട, ചൂടാവേല. നിങ്ങൾ ചെറിയലേ മട്ടം പോലെ കൊണ്ടുവന്നെങ്കിൽ ചൂടാവേല, ആയുമ്മ അങ്ങനെ ചെല്ലി കേൾക്കൂ. അതേ സമയത്ത് നീ ഫസ്റ്റ് 10 കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ നീ വയല് പറയാൻ തുടങ്ങിയെങ്കിൽ അപ്പം ചിലപ്പോൾ കിടാ കേൾക്കും, പോയി പണി നോക്കുപ്പാ. വേറെ പോരുന്നില്ലേ, ഓർ ചുറ്റുന്നില്ലേ, ഓർ നടക്കുന്നില്ലേ, അങ്ങനെ ലാക്കൂ. അത് നീ ബയ്യ ചെല്ലി കൊടുക്കുമ്പോൾ ലേറ്റായതാണ് കാരണം. ഫസ്റ്റ് തന്നെ ചെല്ലി കൊടുത്തില്ലെങ്കിൽ ആവശ്യമൊന്നും പേരല്ല. ബയ്യ ചെല്ലി കൊടുക്കുമ്പോൾ പിന്നെ അതവും ഉണ്ടാവില്ല, ഗുരുത്വവും ഉണ്ടാവില്ല. പിന്നെ വയസ്സന്മാരും കണക്കേ എല്ലാം കണക്കേ. കാണുന്നില്ലേ പാവപ്പെട്ട ഒരു മനുഷ്യനെ, ഒരു തട്ടുകടയിലുണ്ടായിരുന്ന ഒരു വയസ്സനായ മനുഷ്യനെ യാ അല്ലാഹ് 2 ബാല്യക്കാർ തച്ച് പൊടിയാക്കി. എങ്ങനെ മനുഷ്യ വരുന്നതെന്നറിയാല. നല്ല ബോധത്തിലുള്ളവനൊന്നും അങ്ങനെ തല്ലാൻ തോന്നല. അവശനായ ക്ഷീണിതനായ ഒരു വീടിൻ്റെ അവലംബമായി ഒരു അധ്വാനിച്ച് നടക്കുന്ന ഒരു വയസ്സനായ ഒരു മനുഷ്യൻ, 4-5 പിള്ളമാർ. നിങ്ങളെല്ലാം കാണുന്നതാണിത്. നമുക്ക് തന്നെ ബേജാറാന്ന്. എന്ത് ലോകം ഇത് ഏടക്കെത്തി? എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം? തൊപ്പി വെച്ച ചെക്കനെ കാണുമ്പോ നിങ്ങൾ ഒറ്റയടിക്ക് മാർക്കിടണ്ട, ബെല്ലീമാനിന്റെ കട്ടയാണെന്ന്. ജാഗ്രത ആയിക്കോളും. ചിലപ്പോ ആ തുപ്പിന്റെ ഇടയിലുണ്ടാവും 1.5 കുപ്പി. ജാഗ്രത വേണോ? ഞാൻ നിങ്ങളെ മക്കളെ കഥ പറഞ്ഞല്ല. ഇന്നിപ്പോ അങ്ങനെയാണ് ലോകത്തിന്റെ അവസ്ഥ. നല്ലോണം ജാഗ്രത വേണം. അതുകൊണ്ട് ബഹുമാനിക്കപ്പെടേണ്ടതിന് നല്ലോണം ബഹുമാനിക്കണം. കണ്ടെടുത്തല്ലേ എഴുതിയിട്ട് വെക്കണ്ട. ഇനി എഴുതിയിട്ട് വെക്കുന്ന ഇങ്ങനെ എന്തു ബുദ്ധിമുട്ടാവാതെ, ആദരവിന് ഭംഗം വരാതെ, ബഹുമാനത്തിന് കോട്ടം വരാതെ എഴുതിയിട്ട് വെച്ചോ. എന്താണല്ലോ പറഞ്ഞത്? എന്താണല്ലോ പറഞ്ഞ്? അതല്ലാന്റെ വാക്കാണ്. ഈ ലോകത്തുള്ള ജനങ്ങളോട്, വിശ്വാസികളോട്, മുഅ്മിനീങ്ങളായ ആണുങ്ങളാകുന്ന പെണ്ണുങ്ങളാകുന്ന ഞങ്ങളോട് മേലായ റബ്ബിന്റെ വല്ല സമാധാനിപ്പിക്കല, വല്ല ധൈര്യം തരല്. അതേ ഒന്നുമില്ലാതെ, ഒരു ഗതിയുമില്ലാതെ ടെൻഷൻ അടിച്ച് ബേജാറായി എല്ലാം കൊണ്ടും കൈകാലിട്ടടിക്കുന്ന ഞങ്ങളോട് മേലായ റബ്ബ് പറയുന്നൊരു നല്ലൊരു വാക്ക്, എന്തോരം സമാധാനത്തിന്റെ വാക്ക്. ലൈശകറതും ലഅസീദന്നകും. നിങ്ങൾ എൻ്റെ ആളായിക്കോളേ, ഞാൻ നിങ്ങളെ കൈവിടല.
നിങ്ങൾ എനക്ക് നന്ദി ചെയ്തോളൂ, എനിക്ക് നിസ്കരിച്ചോളൂ, എന്റെ വയല് കേട്ടോളൂ, എന്റെ ഹബീബിന്റെ മേലെ സലാത്ത് ചൊല്ലിക്കോളൂ, ഞാൻ ആദരിക്കാൻ പറഞ്ഞതിന് നിങ്ങൾ ആദരിച്ചോളൂ, എന്റെ നിയമത്തുകൾക്ക് നല്ലോണം ശുക്ർ ചെയ്തോളൂ. എന്നാൽ അസീദന്നക്കും നിങ്ങൾക്ക് ഇത്തിരി പോലും ഞാൻ കുറക്കല, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരല, നിങ്ങൾക്ക് എന്തിനും ഒരു കുറവ് വരല, നിങ്ങൾക്ക് ഞാൻ നല്ലോണം ഏറ്റി തരാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ ഞാൻ നിങ്ങളും ഒന്ന് ആലോചിക്കണം. ഞങ്ങളെ നിസ്കാരം അതൊരു നന്ദിയായിട്ട് പെടുമോ? 5 നേരം നിസ്കാരം അതുമാത്രം ഒരാൾ നിർവഹിച്ചത് കൊണ്ട് മേലായ റബ്ബിന് നന്ദിയായോ? ഇല്ല. അതിന്റെ കൂടെ കുറെ സുന്നത്തുകളും വേണം, കുറെ ദാനധർമ്മങ്ങൾ വേണം, കുറെ ദിക്റും ഔറാദുകളും സലാത്തുകളും വേണം. ലോകത്തിന്റെ നായകരായ മുസ്തഫായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖാണ്, ഖൈറുൽ ഖൽഖാണ്. അതുപോലത്തവരാൾ, അല്ലാഹ്ക്ക് വേണ്ടപ്പെട്ടവരാൾ അല്ലാഹുവിന്റെ ലോകത്തില്ല, വന്നിട്ടില്ല, വരാനുമില്ല. എല്ലാം കൊണ്ടും അല്ലാഹ്ക്ക് വിരിശപ്പെട്ടയാള് ഹബീബായ റസൂലുള്ളാഹ്. പാതിരാ നേരം കഴിഞ്ഞിട്ടും അതാ തന്റെ വീട്ടില് ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന തന്റെ വിരിശപ്പെട്ട ഭാര്യന്റെ അടുത്ത് കിടന്നുറങ്ങി റസൂലുള്ളാഹ്. കുറച്ചു നേരം കഴിഞ്ഞു ഉളു എടുത്തിട്ട് മട്ടം പോലെ അല്ലാഹ്ക്ക് സുജൂദിടുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു. 1 2 3 4 ഒരുപാട് നേരം സുജൂദോടെ സുജൂദന്നെ, സുന്നത്ത് നിസ്കാരങ്ങളോടെ സുന്നത്തന്നെ. അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങനെ തല കുണിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. മുസ്തഫായ നബി തങ്ങളുടെ കയ്യും കാലുകളും നല്ലോണം വീർത്തിട്ടുണ്ട്, ബീങ്ങിയിട്ടുണ്ട്. ഇത്രയെല്ലാം അവസ്ഥയിലായിട്ടും നല്ല ബീക്കുണ്ടായിട്ടും നബി തങ്ങൾ സുജൂദിന് പോകുന്ന കാണുമ്പോ, നിസ്കരിക്കുന്നത് കാണുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന വിരിശക്കനിയായ ഭാര്യയുടെ മനസ്സ് പടഞ്ഞു, ഉള്ളു നൊന്തോ. പിരിശപ്പെട്ട റസൂലുള്ളാഹിയോടാ, കരളിന്റെ കരളായ ഭർത്താവായ റസൂലുള്ളാഹിയോടാ സലാം വീട്ടിയ പാട് കേട്ട് നബിയേ, ഇത്ര വേദനയുണ്ടായിട്ട്, കഷ്ടപ്പാടുണ്ടായിട്ട്, കൈകാലുകൾ വീക്കം വന്നിട്ട്, നല്ലോണം വീർത്ത് തടിച്ചിട്ട്, വളരെ ക്ഷീണിതനായിട്ടുള്ള അവസ്ഥയിൽ പോലും ഇത്ര കണ്ട് നിസ്കരിക്കടാ നബിയേ. ഫർളപ്പള കഴിഞ്ഞു, കൂടെ കുറെ സുന്നത്തും കഴിഞ്ഞു നബിയേ, എന്നിട്ടും നിങ്ങൾ നിപ്പിക്കുന്ന കാണുന്നില്ലാലോ. നിങ്ങൾ അള്ളാന്റെ മുർസലായ നബിയല്ല, അള്ളാന്റെ ഏറ്റവും ശ്രേഷ്ഠരായ അടിമയല്ല, സകല പാപങ്ങളും അല്ല പൊറുക്കപ്പെട്ടയാളല്ല. എന്നിട്ടും നബിയെ നിങ്ങൾ ഇത്ര കണ്ടതിന് കഷ്ടപ്പെടണോ? ഞങ്ങ ആണെങ്കിൽ വേറെ വിഷയം അല്ലേ, ഞങ്ങ ഇപ്പൊ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടവരൊന്നും അല്ലല്ലോ. റസൂലുള്ള ആര്? ആ നബിയായിട്ട് പോലും ഇത്ര കണ്ട് പ്രയാസങ്ങൾ സഹിച്ചിട്ട് നിങ്ങൾ എന്തിനീ കഷ്ടപ്പെടുന്ന നിസ്കരിക്കുന്നതെന്ന് കേട്ടപ്പോ ഹബീബായ റസൂലുള്ളാഹ്, ഒരു പാപങ്ങൾ പോലും ചെയ്യാത്ത, ചിന്തിക്കാത്ത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഉന്നതരായ മഹോന്നതരായ റസൂലുള്ളാഹ് പച്ചക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോട് കേട്ട്, ആയിഷ അഫലാ കൂന അബ്ദൻ ശകൂറാ, ഞാൻ എൻ്റെ അല്ലാഹ്ക്ക് നന്ദിയുള്ളൊരു അടിമയാകണ്ടേ? ഇത്രയെല്ലാം നിയമത്തുകൾ വാരിക്കോരി തന്നിട്ട്, ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ എൻ്റെ റബ്ബ് എനക്ക് ചെയ്തു തന്നിട്ട്, ഞാൻ എൻ്റെ റബ്ബിന് നന്ദിയുള്ള ഒരാളാവണ്ടേ? ചെയ്ത നിയമത്തിന് നന്ദി കേട് കാണിക്കുന്നത് ശരിയല്ലല്ലോ, അല്ലാഹനെ മറക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അല്ലാഹ്ക്ക് ഒരു അബ്ദുൻ ശകൂറയാകണം, നന്ദിയുള്ള അടിമയാകണം. പരീക്ഷണഘട്ടങ്ങളിലും, സന്തോഷഘട്ടങ്ങളിലും, സന്താപഘട്ടങ്ങളിലും, ആരോഗ്യഘട്ടങ്ങളിലും, രോഗഘട്ടങ്ങളിലും, ഏത് സമയത്തും അല്ലാഹുവിന്റെ പേടിയുള്ളവരും ബോധമുള്ളവരുമാകണം. മഹാനരായ അയ്യൂബ് നബി അലൈഹിസ്സലാം, ഓർക്കപ്പറ മഹാനായ നബിയുല്ലാഹി അയ്യൂബ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ഏറ്റവും നല്ല മനുഷ്യന്,
പെർഫെക്റ്റായ മാന്, നല്ല അടിമ, നല്ലവരിൽ നല്ലവരായ അടിമ എന്ന് പടച്ച റബ്ബ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ് പ്രയാസങ്ങളുടെ തീച്ചുളയിലൂടെയാ കടന്നുപോയത്, പരീക്ഷണങ്ങളുടെ കടലിലൂടെയാ നീന്തിപ്പോയത്, കഷ്ടപ്പാടുകളിലൂടെയാ കടന്നുപോയത്. എത്ര പ്രയാസം ഞങ്ങൾക്ക് അതിൻ്റെ കാലം ഷല്ല തന്നിട്ട ഇല്ല. അൽഹംദുലില്ലാ. കിടാക്ക പോകുന്ന പോവും. ആവാ അർജൻറ്റോട് പോയിട്ട് വാ. അല്ലാത്തവരെല്ലാം നേരെ ഇരുന്നോളി ആവല്ലേ. ഞാൻ എന്ത് പറഞ്ഞേ? ഒരാൾ ഒരു ഈലി കമൻ്റ് ഇട്ടണല്ലോ, ഇതേപോലെ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോൾ കിടാക്കളിൽ നിങ്ങൾ നേരെ ഇരിക്കുകയും ചെല്ലിട്ടാകുമ്പോൾ ഇയാളെന്തിനീ കിടാക്കളെ നോക്കുന്നു, ഇയാളെന്തിനീ കുട്ടികളെ ശ്രദ്ധിക്കുന്നു. ഒരാൾ കമൻറ്റ്. കണ്ണ് ചിമ്മിറ്റ് വയൽ പറഞ്ഞാൽ പോരെ, കണ്ണ് ചിമ്മിറ്റ് വയൽ പറഞ്ഞ മതി, നമുക്കത് അറിയുന്നില്ലല്ലേ. ഞാൻ വയലിന് നിന്നെങ്കിലും ഉള്ള കണ്ണ് ഫുള്ള് തുറക്കുന്ന ആൾ, അതറിയും നിങ്ങൾക്ക്. അപ്പോൾ കാണുന്ന അല്ലാണ്ട് നിങ്ങൾക്ക് കാണത്താലേ ആണ് കാണുന്നത്. ഇവിടെ സംഗതി അതൊരു വിശ്വാസം, അതൊരു മനുഷ്യന് ഒരു ദപതി വന്ന പോലെ എന്തോ ആന്നില്ല, വിഷയം എന്തോ ഇല്ല. എന്നാലും ഒരു മജ്ലിസല്ല കുറച്ച് നേരമല്ലേ ഉള്ളൂ, ഒന്ന് ചന്തത്തിലിരിക്കണമെന്ന് മനസ്സിൻ്റെ ഒരു ആശ. ആരും ആടിയിരണ്ട അനങ്ങിയിരണ്ടാന്ന്. പിന്നെ നുഗ്രാവ് പോയിട്ടും ഒരു വലിയൊരപ്പുറപ്പുറം എന്തോ ആന്നില്ല. ഇവിടെ ആകാശടിച്ചു വന്ന എന്തോ ആന്നില്ല. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ, അള്ളാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. പക്ഷേ നമുക്കത് ചെല്ലാണ്ടാന്നുമില്ല, വർക്ക് വരുന്നുമില്ല. ഇത് ഒരിടത്ത് ചെല്ലിട്ടാകുമ്പോൾ ഒരാൾക്ക് ചൂടായി, ഒരാൾ ചൂടായി. ഇപ്പം ചിലപ്പോൾ അയാളും ലൈവ് കാണുന്നുണ്ടാവും. പോട്ട് വിട്, പല മനുഷ്യന്മാർ പല ടൈപ്പ്. ഞാൻ അതുപോലെ പ്രതികരിച്ചില്ലെങ്കിൽ ആയല്ല. അള്ളാഹു താല ഞങ്ങളെ മജ്ലിസിൻ്റെ വർക്കത്തുകൊണ്ട് നന്നാക്കി തരട്ടെ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, ഇന്നിപ്പോൾ അത് പോകണം ഞങ്ങൾക്ക്. ആ ചരിത്രമെല്ലാം മുന്നേ കേട്ടോളണം. നമ്മളെ ഈമാനല്ലേ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കുറച്ച് കടവും കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മളെ ഈമാനെല്ലാം പുസ്കന്ന് പോയിരുന്നു. മക്കൾക്ക് ജോലിയെല്ലാം ഉണ്ടു, മക്കളെല്ലാം റാഹത്തിലുണ്ട്, ഞാൻ റാഹത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ മോശമില്ല, കുറച്ച് നല്ല ഈലുണ്ടാന്ന്. എന്തെങ്കിലും ഒരു കഷ്ടപ്പാടാ പരീക്ഷണ വിഷമ വന്ന് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുമില്ല. ഫസ്റ്റ് ഉണ്ടാകുന്ന കുറേ നേർച്ചയും കുറേ ഓത്തും കുറേ യാസീനും കുറേ ഹത്തൊന്തു വരക്കലും കുറേ സിയാറത്തും. ഒരു 1.5 കാലം പിന്നെ കഴിഞ്ഞെങ്കിൽ പിന്നെ അതുമില്ല. പിന്നെ അവന് വെടിഞ്ഞ് എന്താന്നില്ല പിന്നെ ബോധിച്ചതാക്കുന്നത്. ആരോ ഒരാൾ എൻ്റെ ചെല്ലി ഉസ്താദ് ഒരു 25,000 രൂപ കിട്ടാനുണ്ടായി. കുറേ ഇതുമായിരുന്നു, എല്ലായിടത്തും നേർച്ചെല്ലാം വെച്ചിട്ട് എൻ്റെ 35,000 രൂപ നേർച്ച വെച്ച തന്നെ ആയി. എന്നെ തന്നില്ല എങ്ങനല്ല നല്ല പിന്നെ കാക്കുന്നതിന് നേർച്ച വെച്ച് 25,000 രൂപ കിട്ടാൻ 35,000 രൂപ നേർച്ച വെച്ചിട്ട് ആ മക്കാമലക്കും കൂടെ അവിടെ കൊടുക്കല്ല. അവന് ഇയാൾ വിട്ടു ഉസ്താദ്. അങ്ങനല്ല ചെല്ലണ്ടിയാമോ? ഞമ്മ അങ്ങനല്ല ചെല്ലണ്ടിയേ. ഞമ്മ എല്ലാ സമയത്തും അള്ളാഹിനെ തവക്കുലായിക്കൊള്ളണം. ഓനെ വിട്ടിട്ടുണ്ടാ? അള്ളാഹിനെ വിടുന്ന വിഷയമില്ല. കട്ടപ്പാട് തരുന്നത് അല്ല, അവന്റെ കണക്ക്, അവന്റെ തക്ദീർ. സന്തോഷവും റാഹത്തും തരുന്നതും അല്ല, മനുഷ്യന്മാരാക്കുന്നതും അല്ല. നമ്മളിൽ എന്തും ആകുന്നില്ല, എല്ലാം അല്ലാഹ്. അതുകൊണ്ടല്ലേ ഞാനും നിങ്ങളും ദിവസത്തിൽ എപ്പോഴും പറയുന്ന, ഉച്ചക്ക് പറയുന്ന, സുബൈക്ക് പറയുന്ന, വൈകുന്നേരം പറയുന്ന, രാത്രി പറയുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം അല്ലാഹ്, എല്ലാത്തിനും അല്ലാഹ്. അള്ളാന്റെ കണക്കല്ലാതെ, അള്ളാന്റെ തീർമാനമല്ലാതെ, അള്ളാന്റെ വേണ്ടുകയല്ലാതെ ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അവ അള്ളാനെ പറ്റിയുള്ള പിടുത്തം വിടണ്ട, അവനോടുള്ള ഭറവസ ധൈര്യം കൈവിടണ്ട. അള്ളയാണ് കൽബിലെങ്കിൽ മൻ കാന മഅല്ലാഹി കാനല്ലാഹു മഅഹു. എപ്പോഴും അല്ല ഞങ്ങളെ കൂടെയുണ്ട്. ഞങ്ങൾ അള്ളാന്റെ കൂടെ വേണോ? ഞങ്ങൾ അള്ളാന്റെ കൂടെ പോകണോ? എങ്കിൽ അല്ല ഞങ്ങളെ കൂടെയുണ്ട്, അല്ല കൂടെയുണ്ട്. മുസ്തഫായ നബി തങ്ങളതാ ഗുഹയിൽപ്പെട്ടു, ഗാറൂറില്. കൂടെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുമുണ്ട്. കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരുപാട് ശത്രുക്കളുമുണ്ട്. അബൂജഹലിന്റെ നേതൃത്വത്തില്, ഉത്തുബത്തിന്റെ നേതൃത്വത്തില്, അങ്ങനെ മക്ക മുശ്രിക്കീങ്ങളുടെ കാഫിരീങ്ങളുടെ നേതൃത്വത്തില് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ അതാ എല്ലാ നിലക്കുള്ള 18 പറ്റുകയാണ്. നബി തങ്ങളെ കൊന്നിട്ട് വരുന്നവർക്ക് അവർക്ക് ധാരാളം സമ്മാനം ഓഫർ ചെയ്തു.
ഒട്ടകങ്ങളെ ഓഫർ പറഞ്ഞു. മുഹമ്മദിനെ കൊന്നിട്ട് വരുന്നവർക്ക് ഇത് കേട്ടിട്ട് നബി തങ്ങൾ ഉറങ്ങുന്ന നേരം മുസ്തഫായ നബി തങ്ങളുടെ വീട് വളയുകയാണ്. സുബ്ഹാനല്ലാഹ്, അവർ വീട് വളഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളും വലിയാറ് തങ്ങൾ എന്ന കിടാകുട്ടിയുമാണ്. ആ പിന്നെ വല്ലക്കാരനാണ് പുരന്റെ ഉള്ളിലുള്ള, വേറെ ആരും പുരന്റെ ഉള്ളിലില്ല, വീട്ടിലില്ല. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടുന്നു, ശത്രുക്കൾ ചുറ്റുഭാഗത്തും കവറാക്കിയിട്ടുണ്ടെന്ന്. നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി പിന്നെ പാർത്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണെന്ന്. ഊരി പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ അവർ പുറത്തുണ്ടെന്ന്. ഹബീബായ റസൂലുള്ളാഹി തങ്ങള് എല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ചവരല്ല, അല്ലാഹ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവര്, അല്ലാഹനെ മാത്രം ചിന്തിക്കുന്നവര്, അല്ലാഹ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നവര്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ വീട്ടിൽ ഉറങ്ങുന്ന അലിയാറ് തങ്ങള്, താഴെയുണ്ടായിരുന്ന അലിയാറ് തങ്ങള് മെല്ലെ എണീപ്പിച്ചിട്ട് തന്റെ വിരിപ്പിൽ കിടത്തുകയാണ്, പുതപ്പിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹ് ശത്രുക്കളൊന്നും അറിയാതെ രൂപത്തില് അവരുടെ ഇടയിലൂടെ ഹബീബായ നബി തങ്ങള് ഇറങ്ങിപ്പോരുന്നു. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ശത്രുക്കള്, അവർ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ആ സമയത്ത് അവരറിയാതെ കാറ്റുപോലും വീശുന്നില്ല. ആ സമയത്തുണ്ട് റസൂലുള്ളാഹ് അവരുടെ ഇടയിലൂടെ ഇറങ്ങിപ്പോവുകയാണ്. ഒരു പിടി മണ്ണെടുത്തു, തന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന്, തന്റെ വീടിന്റെ അകത്ത് നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് ഫഹും ലാ യുബ്സിറൂൻ. യാസീനല്ലേ അല്ലേ? ഞാൻ ഓതിയത് യാസീൻ്റെ ആയത്തല്ലേ? ബണ്ണയല്ലേ ഇടക്കിടക്ക് യാസീൻ ആയത്തല്ലോ ഓതണം ചെല്ലെ. നമ്മളെ ഉപദ്രാക്കുന്നവൻ്റെ കണ്ണിലേക്ക് അള്ള പൊടിയിടും അത് ഓതിയെങ്കിൽ. ഞമക്കെന്ത് യാസീന്, ഞമക്കെന്ത് അൽബക്കറ, ഞമക്കെന്ത് ആലി ഇമ്രാൻ, ഞമക്കെന്ത് അൽക്കഫ്. എന്നതെപ്പം ഓതണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മാട്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തങ്ങ ചൊല്ലണം, ഇത് 3 വട്ടം ഓതിക്കോളി, എനിക്ക് മാട്ടാക്കിനാരിന്ന്. അപ്പോൾ ഓതാൻ തുടങ്ങും എട്ടുന്നു. അല്ലെങ്കിൽ ആരോട് യാസീൻ ഓതുന്ന ആൾ? നിങ്ങളെ വിഷയമല്ല, കുറഞ്ഞുപോയി. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തെടുത്ത് ഒരു പിടി മണ്ണെടുത്തിട്ട് ആ ആയത്തോതിയിട്ട് ഇങ്ങനെ എറിഞ്ഞ പോലെ ആക്കിയതാണ്. അല്ലാണ്ട് AK റൈഫലിട്ടിട്ട് വെടിവെച്ചതല്ല. ഓരോരുത്തരെ മലർത്തി കിടത്തിയിട്ട് അവരെ കണ്ണിലേക്ക് ഇട്ട് കൊടുത്തതുമല്ല. നബി തങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോ അതെല്ലാം ആ വീട് വളഞ്ഞ ശത്രുക്കളെ കണ്ണിൽ വീണു. ഒരാളെ കണ്ണും അതിൽ നിന്നിട്ട് മുക്തമായിട്ടില്ല. അവർ കണ്ണ് തിരുമാൻ തുടങ്ങി, കണ്ണുറുതാൻ തുടങ്ങി, കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല, ഒന്നും കാണുന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹി ഇറങ്ങിപ്പോവുകയാണ്. നേരെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുള്ള സ്ഥലത്തേക്ക്. അവിടുന്ന് സിദ്ദീഖ് തങ്ങളെയും കൂട്ടിയിട്ട് ദുർഘടമായ പാറകളും കുന്നുകളും തണ്ടിക്കടന്നിട്ട് മുസ്തഫായ നബി തങ്ങളെ മദീനയിലേക്ക് നടക്കുന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗുഹയിൽ കയറുകയാണ്. ഒരു പൊത്തില്, വലിയ മാളത്തില്. എന്തിന്? വിശ്രമിക്കാൻ, ശത്രുക്കളെ കണ്ണിൽ പെടാതിരിക്കാൻ. പകലങ്ങനെ നടക്കും, രാത്രി എവിടെങ്കിലും മരിച്ചുവട്ടിലോ പൊത്തിലോ കുറ്റിച്ചെടികൾക്കിടയിലോ പാർക്കും. അങ്ങനെ കാർസോറിൻ്റെ ഉള്ളിൽ പാർത്തു. ശത്രുക്കളാണെങ്കിൽ അവർക്ക് ബോധം തെളിഞ്ഞ് അവരെ കണ്ണെല്ലാം ഊർദിയിട്ടെല്ലാം ആയിട്ടായ പിന്നെ കണ്ണെല്ലാം ഊർദിയിട്ട് അവർക്ക് ശരിയായി. റസൂലുള്ള പോകാൻ എത്തേണ്ട ഇടയ്ക്ക് എത്തിയിട്ടാകുമ്പോൾ ഓരോ കണ്ണു നേരായി. ദല്ലാൻ്റെ പണി. സത്യത്തിലായി എറിഞ്ഞത് റസൂലുള്ള അല്ല. അതാണ് മഹാന്മാർ. അവർക്ക് അള്ള ഒരു കഴിവ് കൊടുത്ത് അത് വെച്ചിട്ടാണ് ചില മഹാന്മാരെല്ലാം ഞമ്മ വിളിക്കുന്നതും അവരോട് എന്തെങ്കിലും കേൾക്കുന്നതും. അത് അള്ളാഹു താല അവർക്ക് കൊടുത്തൊരു പ്രത്യേകമായ ഒരു പവറും കഴിവുമാണ്. അതിനെപ്പറ്റി അള്ള പറഞ്ഞല്ലോ, ഒമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ഒമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. എന്നെ നോക്കി. ഒമാ റമൈത, നബിയെ നിങ്ങൾ എറിഞ്ഞിട്ടില്ല, മണ്ണെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞില്ലേ? ആ എറിഞ്ഞതിനെ പറ്റിയാ അള്ള പറയുന്നത് എന്താ അറിയോ? ഒമാ റമൈത, നബിയെ നിങ്ങൾ എറിഞ്ഞിട്ടില്ല,
ഇത് റമൈത്ത, നിങ്ങ എറിഞ്ഞപ്പോ നിങ്ങ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ നേരം നിങ്ങ എറിഞ്ഞിട്ടില്ല നബിയേ. പിന്നെയോ വലാകിന്നല്ലാഹ റമാ, അള്ളയാണ് എറിഞ്ഞത്. ആരെറിഞ്ഞിനെ? നിങ്ങൻ്റെ കൂടെ ഉണ്ടല്ലേ. ആരെറിഞ്ഞിനെ? നിങ്ങൾ ചെല്ലി എല്ലാം മെല്ലെ ചെല്ലി ബിരിസത്തിൽ റസൂലുള്ളല്ലേ. അല്ല എല്ലാം നിങ്ങൾ എറിഞ്ഞിട്ടില്ല, ഞാൻ എറിഞ്ഞിനെ. ആര് കളവ് ചൊല്ലിപ്പൂടെ? ആരും കളവ് ചൊല്ലിട്ടില്ല. ആരെന്താക്കുന്നെങ്കോ അതല്ലാണ് അതിൻ്റെ അർത്ഥം. ഇനി ബദരീങ്ങളിൽ കേട്ടിട്ട് അവർ തരുന്നെങ്കിലും, മുഹിയുദ്ദീൻ ശേഖ് തങ്ങളിൽ കേട്ടിട്ട് അവർ തരുന്നെങ്കിലോ, ഉമ്മാനിൽ ചോറ് കേട്ടിട്ട് ഉമ്മ ചോറ് തരുന്നെങ്കിലോ, ഡോക്ടറിൽ പോയിട്ട് മരുന്ന് കേട്ടിട്ടാകുമ്പോൾ മരുന്നിൽ സുഗന്ധം കിട്ടുന്നെങ്കിലോ അല്ല. അല്ല. ചില മനുഷ്യന്മാർ പറയലുണ്ട് ഉമ്മാൻ്റെ കേട്ടെങ്കിൽ അത് അല്ല തരുന്നത്, മരിച്ചോരിൽ കേട്ടെങ്കിൽ അല്ല തരാല. എന്തേ അള്ളാൻ്റെ വീട്ടിലോ ആണ് അവിടെ എത്തുമ്പോ? സത്യത്തിൽ മരിച്ചോരിൽ കേട്ടെങ്കിൽ ബേ സ്പീഡിൽ കിട്ടും. കാരണം എന്തേ? അവർക്കുള്ള കൺട്രോളെല്ലാം ഫുൾ അളക്കീന്. ഉമ്മാൻ്റെ കേട്ടെങ്കിൽ അത്ര വേഗം കിട്ടിക്കൊള്ളുന്നില്ല. ഉമ്മ തരുമ്പോക്കും ഉമ്മ കൊടുക്കുമ്പോക്കും ഇരുന്നുമ്മ ഇരുന്നുമ്മ ഞമ്മ ഹയാത്തിലുള്ളവരിൽ ജീവത്തിലുള്ളവരിൽ കേൾക്കുമ്പോൾ അവർക്ക് മരിച്ച പോലൊന്നും അവർക്ക് പണിയെടുക്കാൻ കഴിയാല. അവർക്ക് കൺട്രോളുണ്ട്. അവരെ തടീനെ, അവരെ റൂഹിനെ, അവരെ ആത്മാവിനെ, അവരെ ബോഡി നിയന്ത്രിക്കുന്നു. അപ്പോൾ നിരീച്ച പോലെ കാണാനായിക്കൊള്ളണമെന്നില്ല, നിരീച്ച പോലെ കേൾക്കണമെന്നും കഴിഞ്ഞോളണമെന്നുമില്ല, നിരീച്ച പോലെ കേട്ടതെല്ലാം തരാൻ കഴിഞ്ഞോളണമെന്നുമില്ല. അവർക്ക് അവരെ ബോഡിൻ്റെ നിയന്ത്രണമുണ്ട്. അതേസമയത്ത് മരിച്ചിട്ടായ പിന്നെ എല്ലാം ഫ്രീ. അവരെ ബോഡിൻ്റെ നിയന്ത്രണമില്ല. മരിച്ച കഴിവ് കൂടും, മരിച്ച കഴിവ് കൂടും, കുറയുന്നതല്ല. അതല്ലേ ഞമ്മ നോക്കി കിനാവ് കാണുന്നില്ലേ? നിങ്ങൾ ഉറങ്ങല്ലേ? കിനാവ് കാണല്ലേ? കണ്ണില്ലാത്തവനും കാണും, കണ്ണുള്ളവനും കാണും. എന്ത്? കിനാവ് കാണാൻ കണ്ണെന്തും വേണ്ട. നമ്മൾ കിനാവ് കാണുന്നില്ലേ? ആ കിനാവിൽ ഞങ്ങൾ ഏടക്കെല്ലാം പോന്നു. ദുബായ്, അബുദാബി, ഖത്തർ, സിംഗപ്പൂർ, ബുർജ് ഖലീഫാൻ്റെ മീത്ത് കയറി താഴേക്ക് തുള്ളുന്നോ? അവിടെ തന്നെ ഉണ്ട് കട്ടില്, കുബണൂറിൽ, കണ്ണാട്ടിപ്പാറയിൽ. ഏടക്കെല്ലാം പോയിട്ട് വന്ന് ആ പോയിട്ട് വരുന്നതിൻ്റെ ഇടയിൽ അബുദാബിയിലുള്ള ഏളാപ്പനെയും കണ്ട്, 3 ആണ്ട് മുന്നേ മരിച്ച ഉപ്പാപ്പനെയും കണ്ടിട്ടില്ലേ? ആ വരുന്നതിൻ്റെ ഇടയിൽ അവിടെ ബന്ദിയോടുള്ള അളിയൻ്റെ ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും മുട്ടും അടിച്ച്. അത് നിങ്ങളല്ലായേ സംഗതി എന്തറിഞ്ഞാൽ അതെല്ലാം കഴിയും ഞങ്ങൾ ആത്മാവിന്. കാരണം ആ സമയത്ത് ഉറക്കിൽ അവൻ്റെ ആത്മാവ് മുക്തമാണ്. അതൊരു സ്പേസിലാണ്, ഒരു അന്തരീക്ഷത്തിലാണ്. മനുഷ്യൻ്റെ വർക്കും ചെല്ലും ഒരു മിനി മരണമല്ലേ? ഞമ്മല്ലേ പോത്തുപോലെ ഉറങ്ങുന്നത്, ബോധമില്ലാണ്ട്, അള്ളാന്റെ ചിന്തയില്ലാതെ ഉള്ള റീൽസും വേണ്ടാത്ത കുറെ വീഡിയോസും കണ്ടിട്ട് അള്ളാനെ മറന്നിട്ട് ഉറങ്ങുന്ന ഞങ്ങൾ ഒന്നാലോചിക്കണം. അത് മരണമാണ്. ഉറക്കമെന്നത് മരണമാണ്. ആ മരണത്തിൽ നിന്നിട്ട് ഒരു വേള ഞങ്ങളെ ഉഷാറാക്കുന്നില്ല, ഇഷാറത്താക്കുന്നില്ലെങ്കിൽ ആ മരണം പിന്നെ കണ്ടീനാണ്, ദായിമയാണ്. അല്ല കാക്കട്ടെ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ. സബൈകൻ ജപ ചലണം. കാല് ഈ ജിറാപ്പ ബായ് വളർന്ന പോലെ ബായ് വളർന്നിട്ട് എണിക്കേണ്ടിയല്ല. ഓരോരുത്തർ സുബൈക്ക് എണിക്കുന്ന കോലം. എണിക്കുമ്പോൾ തുണിയില്ല, തുണി അവിടെ, പായ് കൂടെ. എണിക്കുന്ന കോല അല്ല. എണിക്കണം തന്നെ 12 വട്ടം ഓനെ ഉരുട്ടണം, അങ്ങിങ്ങും ടയർ ഉരുട്ടിയ പോലെ JCBൻ്റെ. അതിൻ്റെ ഇടയ്ക്ക് ചൂട് വന്ന് മുഞ്ഞാന്ന് കണ്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല? വാട്സപ്പ് ഫേസ്ബുക്കെല്ലാം ഇവിടെ ഇല്ലേ? കണ്ടില്ലേ? കിടാവ് ഉറങ്ങാൻ വിട്ടിട്ടില്ല ചൊല്ലിട്ട് രാത്രി ഇത്തിരി പോകുന്ന പൂ പൈതല്, 1 വയസ്സിന്റെ കുഞ്ഞ് ചോര പൈതല് രാത്രി കരഞ്ഞു. ഉമ്മ മുല കൊടുക്കാൻ വേണ്ടി എണീറ്റോ, മുല കൊടുത്തോ, ഉറക്കി. വീണ്ടും അത് ഇഷാറത്തായി കരഞ്ഞപ്പോ കലിമൂത്ത ബാപ്പ, മൃഗതുല്യനായ ബാപ്പ, ജന്മം നൽകിയ ബാപ്പ ആ കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നു. 2-3 ദിവസം മുമ്പത്തെ സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ മാത്രം കണ്ടതാ? കണ്ടിനാരല്ലേ? കണ്ട് ചെല്ലണം നിങ്ങൾ, അല്ലെങ്കിൽ നാളെ ക്ലിപ്പ് വരും. ഇയാൾക്ക് തന്നെ പണിയുന്നു ഉള്ള വീഡിയോസും നോട്ടീസ് നോക്കിക്കൊണ്ടിരിക്കുന്ന പണിയുന്നു. അങ്ങനെ ചെല്ലുന്നവരുണ്ട് നാളെ. നമ്മൾ ഇത് എന്തിനും ചെല്ലിയോ ചെല്ലല്ല. സ്വന്തം മോനെ ആ കോലത്തിലല്ല എണിക്കേണ്ടത്.
ആ ഒരു മൃഗീയ സ്വഭാവം കാട്ടുന്നത് അതേ അള്ളാനെ മറന്നിട്ടുള്ള ഉറക്കമായതുകൊണ്ടാണ്. ഉറക്കമെന്നത് മരണമാണ്. ആ സമയത്ത് ഞങ്ങളെ ആത്മാവിനെ അള്ളാഹു ഊരിയെടുക്കുന്നുണ്ട്. അത് അന്തരീക്ഷത്തിലാണ്. ഒരു വേള ആ മാറ്റിയെടുത്തിട്ട് മീത്ത വെച്ചിട്ടുള്ള ആത്മാവ് അതെങ്ങാനും മയിലേ കൊണ്ടുപോയെങ്കിൽ ഞങ്ങളെ മരണം പിന്നെ സ്ഥിരമായി. അതേ സമയത്ത് ആ ആത്മാവിനെ അള്ളാഹു വീണ്ടും ഞങ്ങളിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഇഷാറത്താണത്, ഉറക്കമുണരുന്നത്. ഇതെന്തിനു ഞാൻ പറഞ്ഞേ? ഇതെന്തിനാ ചൊല്ലിയേ? ആ ആത്മാവ് ഞങ്ങളെ തടിൻ്റെ കൺട്രോളിൽ നിന്ന് പോയിട്ട് ഒരു സ്പേസിൽ നിൽക്കുന്നു. ആ സ്പേസിൽ നിന്നിട്ടാകുമ്പോൾ അബുദാബിക്ക്, ബുർജ് ഖലീഫക്ക്, കുബണൂർക്ക്, എളാമാൻ്റെ മങ്ങാലത്തിന്, പള്ളിക്കര ബീച്ചിക്കെല്ലാം പോയിട്ട് വരുന്നത്. ആ പോകുന്നതിൻ്റെ ഇടയിൽ മരിച്ച ഉപ്പാനെ കാണുന്നു, എളാമാനെ കാണുന്നു, എല്ലാം കാണുന്നു. എന്താ മുന്നേ കാണാഞ്ഞേ? അസർക്ക് ഉറങ്ങോടത്തോളം എന്താ കാണാഞ്ഞേ? നിൻ്റെ തടി നിയന്ത്രിക്കുന്നതിന്. അത് നിൻ്റെ തടിൻ്റെ കൺട്രോളിലാണത് നിൻ്റെ ആത്മാവ്. ആ സമയത്ത് അത് മുക്തമാണ്, ഫ്രീ ആണ്. അപ്പം അതിനെ കുറിച്ച് എന്താവും? പോക്കും വരവും കൂടും. അതിന് മരണം അങ്ങനല്ലേ? അവനെ മഹാന്മാറാകുമ്പോൾ അവർക്ക് ഹയാത്തുള്ളനെ കാട്ടിയേറെ പവറും ശക്തിയും കഴിവും കശ്ഫും കറാമത്തും മുഴുത്തും കൂടും. കുറയുന്നെങ്ങനെ? മരിച്ച പിന്നെ തീർന്നു, എന്നിട്ട് ചത്രു പോന്നെയാ. മരിച്ച പിന്നെ തീർന്നാൽ തുടങ്ങുന്നല്ലോ. മരിച്ച പിന്നെ എല്ലാം തുടങ്ങുന്നതാണ്, എല്ലാം കൂടുന്നതാണ്, കുറയുന്നതല്ല. ആ വിശ്വാസം മുന്നേ ക്ലിയറാണോ? എല്ലാം അള്ളാന്റെതല്ലാതെ ലോകത്ത് വേറൊന്നും നടക്കുന്നില്ല. അല്ല വിചാരിച്ചതല്ലാതെ ലോകത്ത് ഒന്നും നടക്കുന്നില്ല. അല്ല വിചാരിക്കാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. അള്ളാന്റെ കുദറത്തില്ലാതെ, അള്ളാന്റെ ഇറാദത്തില്ലാതെ, ഉദ്ദേശമില്ലാതെ, അള്ളാന്റെ അറിവ് കൂടാതെ ഒരു മാങ്ങ പോലും ഞെട്ടറ്റ് താഴെ വീഴുന്നില്ല. അള്ളാന്റെ കുദറത്തില്ലാതെ, അവന്റെ പിന്നെ അറിവില്ലാതെ ഒരു കുഞ്ഞു പോലും കണ്ണു തുറക്കുന്നില്ല. എല്ലാം ബിഇൽമില്ലാഹി വബിഖുദ്റതിഹി വഇറാദതിഹി. എല്ലാം അവന്റെ ലീലാവിലാസം. ആ ഒരു ഉറച്ച വിശ്വാസം, ആ ഒരു ചിന്ത, ആ ഒരു ഈമാന് ഞങ്ങളെ കൽബിലുണ്ടോ? എന്നാ പിന്നെ പേടിക്കണ്ട, ഒരു ബേജാറും വേണ്ട. അതാണ് നമ്മളെ ഈ സമാജത്തിൽ, നമ്മളെ സമുദായത്തിൽ ഈ ആത്മഹത്യ, സുസൈഡെല്ലാം കുറഞ്ഞിനങ്ങനെ. എന്തേ? ബേജാറുണ്ടു, കഷ്ടപ്പാടുണ്ടു, കടമുണ്ടു, കൊണ്ടുപോയിട്ട് മുഖ്യവും ഇല്ലേ ഇല്ല, എന്നാലും സബറെടുത്തനു. എന്തേ? അള്ളാൻ്റെ കള്ള അങ്ങനെ, അള്ളാൻ്റെ വിധി അങ്ങനെ. ആ ഈമാനുള്ളത് കൊണ്ടാണ് ഞമ്മ കുറഞ്ഞിനെ. അല്ലെങ്കിൽ അവരെ കാട്ടും ഡബിൾ ഞമ്മായി പൊട്ടി. അള്ളാഹ് ആരെയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണ്ട. നിങ്ങൾ ആമീൻ ചെല്ലേ, നിങ്ങൾക്ക് തിരിയുന്നില്ലേന്ന് ഇപ്പോഴേ വെച്ചാന്ന്. ആയി, ഞാൻ നിപ്പിക്കാനായി 9:15, ഇനി ഒരു 3/4 മണിക്കൂർ. ആ ഒരു ഉറച്ച ഈമാൻ, അൽ-ഈമാനു ബില്ലാഹ്, അല്ലാഹനെ കൊണ്ടുള്ള എപ്പോഴും അല്ലാഹ്, എപ്പോഴും അല്ലാഹ്. അതാണ് ചില മഹാന്മാരില്ലേ, എന്ത് കണ്ടെങ്ങും അല്ലാഹ് അല്ലാഹ് എന്നതിൽ കൊണ്ടേ എല്ലാത്തിനും. പോത്തിനെ കണ്ടെങ്കിൽ ചൊല്ലോലോ പോത്ത് അല്ലാഹ്, നീ അല്ലാഹ്. മരത്തിനെ കണ്ടെങ്കിൽ ചൊല്ലോലോ നീ അല്ലാഹ്. ഈനച്ചിലെ ഈ നൂതനവാദി, പുത്തൻവാദി, ഈ പിത്തവാദം പിടിച്ചോറില്ലേ ഓർ തമാസാക്കുന്ന കണ്ട. നിങ്ങൾ ഔലിയാൻ്റെ ദിക്റ് കണ്ട, നിങ്ങൾ ഔലിയാൻ്റെ ദിക്റ് കണ്ടാത്. സത്യത്തിൽ ഈ പൊട്ടര് ഓരോ ദിക്റ് അറിഞ്ഞില്ല. അയാളെന്തെന്തോ അറിയാത്ത ആളാ. അയാളെ കണ്ടില്ലല്ല അല്ലാഹ്. മര അല്ലാഹ്, പോത്തല്ല, അതിൻ്റെ അർത്ഥം എന്ത്? എല്ലാ അല്ലാഹന്റെ സൃഷ്ടി അവരെ കണ്ണിൽ, അവരെ ചിന്തയിൽ, അവരെ കൽബിൽ അല്ലല്ലാതെ ഇല്ല. നിന്റെ കൽബിൽ അല്ലെന്നില്ല, വേറെ എല്ലാം ഉണ്ടു. നമ്മളെ കൽബിൽ അല്ല ഇല്ല, പിന്നെ എല്ലാം ഉണ്ടു. പരീക്ഷണം വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ നമുക്കെന്ത് ഈമാന്, നമുക്കെന്ത് ഇസ്ലാം?